പേരിൽ ഒരു ഗർത്തമുണ്ടെങ്കിലും തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ് എന്നത് പലരും കരുതുന്നതുപോലെ ഒരു വലിയ കറുത്ത കുഴിയൊന്നുമല്ല. വളരെ സാന്ദ്രതയേറിയ ദ്രവ്യം ചെറിയ ഇടത്തിലേക്ക് ഞെരുക്കി വെച്ചിരിക്കുന്ന ഒന്നിനെയാണ് നാം തമോഗർത്തം എന്ന് വിളിക്കുന്നത്. ആ ഭീമാകാരമായ സാന്ദ്രത കൊണ്ട് അതിൻ്റെ ഉപരിതലത്തിനുള്ളിലായി അതിശക്തമായ ഗുരുത്വാകർഷണവും ഉണ്ടാകും. പ്രകാശത്തിന് പോലും അതിൻ്റെ ആകർഷണ ബലത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതിൻ്റെ ഗുരുത്വാകർഷണ മേഖലയുടെ ആ ഉപരിതലത്തെ ഇവൻ്റ് ഹൊറിസോൺ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ഒരു തമോഗർത്തത്തിൻ്റെ ആ ഇവൻ്റ് ചക്രവാളം ഭൂമിയുടെയോ സൂര്യൻ്റെയോ പോലുള്ള ഒരു ഉപരിതലവുമല്ല. ആ തമോദ്വാരത്തിൻ്റെ എല്ലാ ദ്രവ്യത്തിൻ്റെയും അതിർത്തിയാണത്. അതൊരു പ്രകാശത്തെയും പ്രതിഫലിപ്പിക്കുന്നില്ല. വെളിച്ചത്തിൻ്റെ ഒരു കണികയ്ക്കും അതിനെ അതിജീവിക്കാനും ആകില്ല. അതൊരു നിഗൂഢ ലോകമാണ്. ശാസ്ത്രത്തിന് തമോഗർത്തങ്ങളെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അറിയാം. അതുപോലെ ശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമായ എത്രയെത്ര കാര്യങ്ങൾ തമോഗർത്തങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മെ നിരന്തരം അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ ദുരൂഹതകളും നിഗൂഢതകളും നിറഞ്ഞ ഒരാകാശ വിസ്മയമാണ് തമോഗർത്തം. തമോഗർത്തങ്ങളെക്കുറിച്ച് പ്രബലമായിട്ടുള്ള 2 തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്. ഒന്ന്, അത് പ്രപഞ്ചത്തിൻ്റെ മറ്റേതോ കോണിലേക്കുള്ള കവാടമോ വഴിയോ ആണെന്നൊക്കെ കരുതുന്നവരുണ്ട്. എന്നാൽ ബഹിരാകാശത്തെ ഏതെങ്കിലും 2 പോയിന്റുകളെ ബന്ധിപ്പിക്കാനുള്ളതോ മറ്റേതെങ്കിലും ലോകത്തേക്കുള്ള തുരങ്ക ഗർത്തങ്ങളോ ഒന്നുമല്ല തമോഗർത്തങ്ങളെന്നാണ് ഏറെക്കുറെ അനുമാനിക്കപ്പെടുന്നത്. മറ്റൊരു വിശ്വാസം തമോഗർത്തങ്ങൾ ഒരു കോസ്മിക് വാക്വം ക്ലീനർ പോലെ എല്ലാത്തിനെയും വലിച്ചെടുക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ ശാസ്ത്രം പറയുന്നത് തമോഗർത്തങ്ങളെ അകലെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ സമാനമായ ഭാരമുള്ള മറ്റു വസ്തുവിൻ്റേത് പോലെ മാത്രമായിരിക്കും അതിൻ്റെ ഗുരുത്വാകർഷണ ബലമെന്നാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സൗരയൂഥത്തിൽ നമ്മുടെ സൂര്യനെ ഒന്ന് മാറ്റി അതേ ഭാരമുള്ള ഒരു തമോഗർത്തത്തെ കേന്ദ്രമാക്കി കൊണ്ടുവന്നാൽ എന്തു സംഭവിക്കുമെന്ന് ലളിതമായി മനസ്സിലാക്കാം. ചൂടോ വെളിച്ചമോ പുറത്തു കടക്കാത്തതുകൊണ്ട് തമോഗർത്തം കേന്ദ്രമായുള്ള നമ്മുടെ സൗരയൂഥം തീർച്ചയായും തണുപ്പ് നിറഞ്ഞതായിരിക്കും. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമൊക്കെ അവയുടെ ഭ്രമണപഥത്തിൽ തന്നെ തുടരുമെന്നാണ് ശാസ്ത്രം വിവരിക്കുന്നത്. ചുരുക്കത്തിൽ സൂര്യൻ്റെ സ്ഥാനത്ത് അതേ ഭാരമുള്ള ഒരു തമോഗർത്തം വന്നാൽ അത് ഗ്രഹങ്ങളെയെല്ലാം അതിലേക്ക് വലിച്ചെടുക്കുമെന്ന് അർത്ഥമില്ല. അതായത് തമോഗർത്തം പലരും കരുതുന്നത് പോലെ ഒരു കോസ്മിക് വാക്വം ക്ലീനർ അല്ല. നമ്മുടെ ക്ഷീരപഥമായ മിൽക്കി വേയിലുള്ളതുപോലെ അതേ വലിപ്പമുള്ള മിക്ക ഗാലക്സികളുടെയും കേന്ദ്രങ്ങളിൽ ഭീമൻ തമോദ്വാരങ്ങളുണ്ട്. നമ്മുടെ സൂര്യൻ്റെ 4 ദശലക്ഷം മടങ്ങ് ഭാരമുള്ളതാണ് നമ്മുടെ ഗാലക്സിയിലെ തമോഗർത്തം. നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ഭാരമുള്ള തമോഗർത്തം നമ്മുടെ സൂര്യൻ്റെ 66 ബില്യൺ മടങ്ങ് പിണ്ഡമുള്ള ടോൺ 618 എന്നൊരു തമോഗർത്തമാണ്.